എന്താണ് ഇവിടെ ബിസിനസ്സുകാർക്ക് സഹായമായി നമ്മൾ കുറെ പദ്ധതിയോടെ നീങ്ങുന്നതായിട്ടില്ല, എന്തൊക്കെയാണത്? ഏറ്റവും പ്രധാനമായിട്ടുള്ള സർവീസ് മാർക്കറ്റിംഗ് ആണല്ലോ. അപ്പം മാർക്കറ്റിങ്ങിനകത്ത് സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മളുടെ മെയിൻ ഗോൾ. അതെ. ഇപ്പൊ ഇവിടെ നിരവധി ബിസിനസ്സുകാരുണ്ട്. മാർക്കറ്റിംഗ് സപ്പോർട്ട് എന്ന് പറയുമ്പോൾ നമ്മൾ എന്തൊക്കെയാണ് അവർക്ക് കൊടുക്കുന്നത്? ഇപ്പോഴും UK ട്രെൻഡിങ് ബിസിനസ്സിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടത് സോഷ്യൽ മീഡിയ മാനേജ്മെൻ്റ് ആണ്. അപ്പം സോഷ്യൽ മീഡിയ പ്രോപ്പറായിട്ട് അതിലേക്ക് വേണ്ട പോസ്റ്റുകൾ, അതിലേക്ക് വേണ്ട റീൽസിൻ്റെ കോണ്ടൻറ്റ്സ് പ്രിപ്പയർ ചെയ്ത് റീൽസ് ആക്കി ഷൂട്ട് ചെയ്ത് കൃത്യമായി അവരുടെ പേജുകളിലേക്ക് മാനേജ് ചെയ്യുന്നൊരു സിസ്റ്റമാണ് ഏറ്റവും മെയിനായിട്ടും നമ്മൾ ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം എല്ലാ ബിസിനസ്സുകാർക്കും വേണ്ടത് അവരുടെ പേജ് പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യപ്പെടുക എന്നുള്ളതാണ്. പിന്നെ രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം അവരുടെ ബിസിനസ് പോലെ തന്നെ ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ് അവരുടെ പേഴ്സണൽ പ്രൊഫൈൽ, അവരുടെ പേഴ്സണൽ പേജുകൾ. ഇപ്പം MD ആയിക്കോട്ടെ, അല്ലെങ്കിൽ അവരുടെ മെയിനായിട്ട് നിൽക്കുന്ന മാനേജേഴ്സ് ആയിക്കോട്ടെ, ഇവരുടെയൊക്കെ പേജുകൾ പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യുന്നൊരു സിസ്റ്റം നമ്മൾ അഡീഷണൽ സർവീസ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഏറ്റവും ട്രെൻഡിങ് ആയിട്ട് പോകുന്നത്. പിന്നെ രണ്ടാമത്തെ ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ SEO ആണ്. സെർച്ച് എഞ്ചിനകത്ത് ഏറ്റവും ബെസ്റ്റായിട്ട് എപ്പോഴും നമ്മൾ ഗൂഗിൾ സെർച്ചിനകത്ത് നിൽക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രോപ്പറായിട്ട് അതിനകത്ത് ടൈം ഇൻവെസ്റ്റ് ചെയ്യണം. അതിന് ടൈം ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരെ UK തന്നെ നമ്മൾ ഡെവലപ്പ് ചെയ്ത് അവരെ കൊണ്ട് വർക്ക് ചെയ്യിക്കുന്ന ഒരു സിസ്റ്റമാണ് നമ്മളിപ്പം ഒരു സ്റ്റാർട്ടപ്പ് എന്ന രീതിയിൽ വന്നേക്കുന്നത്. വെരി ബിഗിനിങ് സ്റ്റേജിലാണ്. പക്ഷേ നല്ല ക്വാളിറ്റിയുള്ള പ്രീമിയം ക്ലയൻസ് മുതൽ ബിഗിനിങ് സ്റ്റേജിലുള്ള സ്റ്റാർട്ടപ്പ് സംരംഭകരെ പോലും നമുക്ക് അസിസ്റ്റ് ചെയ്യാൻ പറ്റുന്നതിൽ ഒത്തിരി സന്തോഷം. ഇപ്പൊ സ്വാഭാവികമായിട്ട് ഇപ്പൊ പറഞ്ഞതിന്റെ ഇടയിൽ തന്നെ വന്നിട്ടുണ്ട്, എല്ലാവരും ഔട്ട്സോഴ്സ് ചെയ്യുകയാണ്, നാട്ടിലേക്കാണ് ചെയ്യുക. എന്താണ് നമ്മുടെ സ്പെഷ്യാലിറ്റി? എന്താണ് നാട്ടിലേക്ക് ഔട്ട്സോഴ്സ് ചെയ്ത് വരുന്നതിനകത്ത് ഒന്നാമത്തെ പ്രത്യേകത എന്ന് വെച്ചാൽ ടൈമാണ്. നിങ്ങൾക്ക് എത്രയും വേഗത്തിൽ സാധനം പേജിൽ കയറുക എന്നുള്ളത്, നാട്ടിൽ കൊടുത്തൊരു വർക്ക് ഷൂട്ട് ചെയ്ത് അത് എഡിറ്റ് ചെയ്യാൻ വേണ്ടി നാട്ടിൽ കൊടുത്ത് ആ എഡിറ്റിംഗ് പ്രോസസ്സ് കഴിഞ്ഞ് നമ്മുടെ അടുത്തെത്തി നമ്മൾ കറക്ഷൻ കഴിഞ്ഞ ശേഷം വീണ്ടും എഡിറ്റ് ചെയ്ത് നമ്മുടെ അടുത്തേക്ക് എത്തുന്ന ഒരു ടൈം സമയത്തിൻ്റെ ഒരു ഗ്യാപ്പ് നമുക്ക് ഇവിടെ സേവ് ചെയ്യാം. നമ്പർ 1. രണ്ടാമത്തെ കാര്യം, എല്ലാ സർവീസും നമ്മൾ ഇപ്പോൾ സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലയൻസ് നമ്മുടെ അടുത്തേക്ക് വരണമെന്നില്ല. കസ്റ്റമർ നമ്മുടെ അടുത്ത് എത്തുന്ന വരെയുള്ള ടോട്ടൽ പ്രോസസ്സിങ്ങിനകത്ത് നമ്മൾ അസിസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ നമ്മൾ UK തന്നെ നിങ്ങൾ അസിസ്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം. മൂന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നാട്ടിൽ കൊടുക്കുന്ന എക്സ്പെൻസും ഇവിടെ കൊടുക്കുന്ന എക്സ്പെൻസും വെച്ച് കമ്പയർ ചെയ്യുമ്പം ഏകദേശം സിമിലറാണ്. ഇപ്പോൾ പേയ്മെൻറ്റ് വെച്ച് നോക്കുമ്പം എല്ലാ ചീപ്പ് ആൻഡ് ബെസ്റ്റ് ആയിട്ട് നമുക്ക് കൊടുക്കുന്ന സർവീസുണ്ട്, പ്രീമിയം കാറ്റഗറിയിലുള്ള സർവീസുകളുണ്ട്. അപ്പം നിങ്ങൾക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ട്രൈ ചെയ്ത് നോക്കിയ ശേഷം ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ കണ്ടിന്യൂ ചെയ്യാം. ഇവിടെ ഇപ്പൊ ഏറ്റവും കോസ്റ്റ് നമുക്ക് കൊടുക്കേണ്ടത് ഇങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ട് ഫോട്ടോഗ്രാഫി, വീഡിയോഗ്രാഫിക്ക് അതിന് എന്താ അസിസ്റ്റൻസാണ് കൊടുക്കാൻ പറ്റുക? ഇപ്പം നമ്മൾ ഫോട്ടോഗ്രാഫി, വീഡിയോഗ്രാഫി എന്ന് പറയുമ്പോഴത്തേക്കും ഇപ്പോൾ ഇവൻറ്റ്സ് കവർ ചെയ്യുന്ന ഒരു സിസ്റ്റം അല്ല നമ്മൾ പോകുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഒരുപാട് ഫോട്ടോഗ്രാഫേഴ്സും ഒരുപാട് നല്ല വീഡിയോഗ്രാഫേഴ്സും ഉള്ളൊരു കൺട്രിയാണ്. ഇതിപ്പം മലയാളികൾക്കിടയിൽ തന്നെ ഒരുപാട് പേര് ആ സർവീസ് ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മുടെ സർവീസ് ഇച്ചിരി വ്യത്യസ്തമാണ്. നമ്മളൊരു ബ്രാൻഡിനെ ബിൽഡ് ചെയ്യുന്ന സിസ്റ്റമാണ് നമ്മൾ മെയിൻലി ഹൈലൈറ്റ് ചെയ്തേക്കുന്നത്. അപ്പം ലോങ് ടൈം പ്രൊജക്റ്റാണ്. നമുക്കിപ്പോൾ ഒരു വീഡിയോ കൊടുക്കുക, 2 വീഡിയോ കൊടുക്കുന്നൊരു സിസ്റ്റത്തിലല്ല. നേരെ മറിച്ച് ഒരു വർഷം കൊണ്ട് അല്ലെങ്കിൽ 6 മാസം കൊണ്ട് നിങ്ങളുടെ ബ്രാൻഡിനെ ഒരു സ്റ്റേജിൽ നിന്ന് മറ്റൊരു സ്റ്റേജിലേക്ക് എത്തിക്കാനുള്ള സർവീസ് കംപ്ലീറ്റ് പാക്കേജ് ആയിട്ട് നമ്മൾ കൊടുക്കും. അത് ഇനിഷ്യൽ രജിസ്ട്രേഷൻ മുതൽ അവരുടെ കംപ്ലീറ്റ് ഓഡിറ്റിങ്, അവരുടെ അക്കൗണ്ടിങ് സിസ്റ്റം, അത് കഴിഞ്ഞിട്ട് അവരുടെ മാർക്കറ്റിംഗ് നിന്ന് ബിസിനസ് ലീഡ് ജനറേറ്റ് ചെയ്ത് വരുന്ന സിസ്റ്റത്തിലേക്ക് വരെ എത്തിക്കുന്ന ഒരു ഇനിഷ്യൽ പുഷ് ഉണ്ടല്ലോ, അത് കംപ്ലീറ്റ് നമുക്ക് സിസ്റ്റമൈസ്ഡ് ആക്കി കൊടുക്കാൻ പറ്റുന്നൊരു പ്ലാനാണ് നമ്മളിപ്പോൾ ഇങ്ങനൊരു കമ്പനിയിലൂടെ നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരു കംപ്ലീറ്റ് മാർക്കറ്റിംഗ് പാക്കേജാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അതെ. അടുത്തൊരു ചോദ്യമായിരിക്കും, എന്തെല്ലാം സോഷ്യൽ മീഡിയ പേജുകൾ, ഈ സോഷ്യൽ മീഡിയ പേജിന്റെ ഇമ്പോർട്ടൻസ് എന്താണ്, അതിൽ ഏതെല്ലാം സോഷ്യൽ മീഡിയ പേജുകളാണ് നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നത്? നമ്മൾ പ്രധാനമായിട്ടും ബിസിനസ് പെർസ്പെക്റ്റീവിൽ നിൽക്കുമ്പം മാനേജ്മെൻറ്റ് സൈഡിലുള്ളവർക്ക് അവരുടെ പ്രൊഫൈലായിട്ടുള്ള ലിങ്ക്ഡിൻ പേജും എക്സ് പേജും ഇൻസ്റ്റഗ്രാം പേജും, ഇൻസ്റ്റഗ്രാമിലൂടെ തന്നെ അപ്പ് ചെയ്യുമ്പോൾ തന്നെ അത് ഫേസ്ബുക്കിലും വരുന്നുണ്ടാവും. ഈ 4 പേജാണ് ബേസിക് ആയിട്ട് ഒരു സ്ഥാപനങ്ങൾക്ക് വേണ്ടത്, അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് വേണ്ടത്. അത് പ്രോപ്പറായിട്ട് നമുക്ക് മാനേജ് കൊടുക്കാൻ പറ്റും. അപ്പോൾ എങ്ങനെയാണ് ഇപ്പോൾ ഇത് ചോദിക്കുമ്പോൾ തന്നെ എന്നോടൊപ്പം എല്ലാവരും ചോദിക്കും, അപ്പോൾ SEOനെ കുറിച്ച് എന്താ പറയാനുള്ളത് ചോദിക്കും, അതെങ്ങനെ ഹാൻഡിൽ ചെയ്യും? ഇപ്പം സോഷ്യൽ മീഡിയയിലൂടെ മാത്രം ബിസിനസ് ജനറേറ്റ് ചെയ്യുന്നത് നമ്മൾ ചിന്തിക്കരുത്. സോഷ്യൽ മീഡിയ ആൾക്കാർ കണ്ട് സ്കിപ്പ് ചെയ്ത് പോകാൻ സാധ്യതയുണ്ട്. പക്ഷേ SEOയ്ക്കകത്ത് പ്രോപ്പർ ഗൂഗിൾ സെർച്ചിനകത്തേക്ക് നമ്മൾ വരണമെങ്കിൽ ഗൂഗിളിൽ കയറി സെർച്ച് ചെയ്യുമ്പോൾ, നമ്മുടെ കമ്പനി സെർച്ച് ചെയ്യുമ്പം ഫസ്റ്റ് അറ്റ്ലീസ്റ്റ് ഒരു 10 ലിസ്റ്റിലെങ്കിലും നമ്മൾ വന്നാൽ, ടോപ്പ് 10-ലെങ്കിലും നമുക്ക് വരുവാണെന്നുണ്ടെങ്കിൽ അവർ ക്ലിക്ക് ചെയ്യാനുള്ളതും നമ്മളെ ചൂസ് ചെയ്യാനുള്ള ചാൻസസും കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് SEOയുടെ കംപ്ലീറ്റ്, അപ്പം നമുക്ക് പെയ്ഡ് SEO ഉണ്ട്, ഓർഗാനിക് SEO ഉണ്ട്. അപ്പം ഗൂഗിളിന് പേയ്മെൻറ്റ് കൊടുത്ത് ബിഡ് ചെയ്തിട്ടുള്ള സിസ്റ്റം നമ്മൾ ഓൾറെഡി ഡെവലപ്പ് ചെയ്ത് നമുക്ക് അസിസ്റ്റ് ചെയ്യാൻ വേണ്ടി UK തന്നെയുള്ള ആൾക്കാരുണ്ട്. അതേ സമയത്ത് തന്നെ ഓർഗാനിക് ഗ്രോത്ത് പതുക്കെ സ്ലോലി നിങ്ങളുടെ വെബ്സൈറ്റ് മുമ്പോട്ടേക്ക് ഗൂഗിൾ സെർച്ചിനകത്തേക്ക് കയറി വരാൻ പറ്റുന്ന സിസ്റ്റം നമ്മൾ അസിസ്റ്റൻസ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പ്രൊഡക്ഷൻ സൈഡിൽ
എന്തൊക്കെ അസിസ്റ്റൻസ് നമ്മൾ കൊടുക്കുന്നത്? പ്രൊഡക്ഷൻ സൈഡിൽ ഓഫ് കോഴ്സ് ഇപ്പം സോഷ്യൽ മീഡിയയിലോട്ടൊരു ഒരു വീഡിയോ ഇടുക എന്നുള്ളത് മാത്രമല്ലല്ലോ, നമ്മളൊരു ആഡ് ഷൂട്ടാണ് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ അഡ്വർടൈസ്മെൻറ്റ് കോണ്ടന്റ് പ്രിപ്പയർ ചെയ്യണം. നല്ലൊരു ആഡ് ഷൂട്ടിന് വേണ്ടിയുള്ള സ്ക്രിപ്റ്റ് തയ്യാറാക്കി അതിനുള്ള ആർട്ടിസ്റ്റുകളെ നമ്മൾ വെച്ച് അതിന് വേണ്ട സംവിധാനങ്ങൾ ഒരുക്കി നിങ്ങളുടെ ഓഫീസിൽ വന്നിട്ടാണെങ്കിൽ അങ്ങനെ, പിന്നെ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഇപ്പോൾ ഓഫീസ് ഇല്ലാത്തൊരു സാഹചര്യത്തിൽ അങ്ങനെ ഓഫീസ് സിസ്റ്റം നമ്മൾ ചെയ്തിട്ട് അങ്ങനെ ഒരു ആഡ് ഷൂട്ട് നമുക്ക് പ്രൊഡക്ഷൻ സെക്ഷനിലേക്ക് ചെയ്യാൻ പറ്റും. ഇത് കൂടാതെ തന്നെ നിങ്ങൾക്കൊരു ഇവൻറ്റ് പ്രോഗ്രാം ചെയ്യണം താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഇവൻറ്റ് ടോട്ടൽ പ്രോഗ്രാമും ഇവൻറ്റിലൂടെ തന്നെ നിങ്ങളുടെ മാർക്കറ്റിംഗ് കയറ്റാൻ പറ്റുന്ന രീതിയിലേക്കൊരു പ്ലാൻ നമ്മളിപ്പോൾ ഓൾറെഡി ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ 3-4 പ്രോഗ്രാംസ് ഇപ്പോൾ ഓൾറെഡി നമ്മൾ നടത്തി കഴിഞ്ഞു. മൂന്നാമത്തേത് നിങ്ങൾക്ക് ഷോർട്ട് ഫിലിംസ്, ഇപ്പോൾ ഷോർട്ട് ഫിലിംസിനകത്തൂടെയും വെബ് സീരീസിനകത്തൂടെയും അല്ലെങ്കിൽ ഫിലിമിനെ കുറിച്ചൊക്കെ ഒരു പ്ലാനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ കംപ്ലീറ്റ് പ്രൊഡക്ഷൻ നമുക്ക് ഫുള്ളി ചെയ്യാൻ പറ്റും. ആ പ്രൊഡക്ഷൻ എന്ന് പറയുമ്പോഴത്തേക്കും A to Z എല്ലാ കാര്യങ്ങളും വന്നല്ലോ. അപ്പോൾ അതിനകത്ത് ആർട്ടിസ്റ്റുകളെ സെലക്ട് ചെയ്യുന്ന മുതൽ സ്ക്രിപ്റ്റ് എഴുതുന്ന ആൾക്കാർ മുതൽ കംപ്ലീറ്റ് സിസ്റ്റം നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിനോടൊപ്പം ഇപ്പം ഞങ്ങൾക്കറിയുന്ന കുറച്ച് കാര്യമുണ്ട്. നിങ്ങൾ ഒരുപാട് ഇവന്റുകൾ ഇവിടെ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് നിങ്ങൾ ക്രിയേറ്റേഴ്സിന്റെ ഒരു ഇവന്റ് ചെയ്തു, ജിതിൻ ലാൽ വന്നൊരു ഇവന്റ് ഉണ്ടായിരുന്നു. അപ്പോൾ എന്തെല്ലാം പരിപാടികളാണ് നിങ്ങൾ ആ മേഖലയിൽ ചെയ്തത്? ഓക്കെ, നമുക്ക് ഇവൻറ്റ്സ് UK എല്ലാവർക്കും എൻ്റർടൈൻമെൻറ്റ് ആണെങ്കിൽ പോലും ഇവൻറ്റ്സിനകത്തോടെ ഒരുപാട് ബിസിനസ് നടക്കുന്നുണ്ട്. അപ്പം ഇവൻറ്റ്സിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് സ്പോൺസേഴ്സ് വരുന്നുണ്ടെന്നുള്ളതാണ്. അപ്പം നമ്മൾ നടത്തുന്ന ഇവൻറ്റുകൾക്കകത്ത് നമ്മൾ സ്പോൺസേഴ്സ് ഇല്ല. തീർച്ചയായിട്ടും നമ്മൾ സ്പോൺസേഴ്സിലേക്ക് ലീഡ് ചെയ്യുന്നതിനെ കഴിഞ്ഞ് കൂടുതൽ നമുക്കൊരു ഇവൻറ്റ് ഹോസ്റ്റ് ചെയ്യുമ്പം അതിനകത്ത് നന്നായിട്ട് വൈഡായിട്ട് നമുക്ക് മാർക്കറ്റിംഗ് ചെയ്യാൻ പറ്റും. അപ്പം പല ഇവൻറ്റുകളുണ്ട് അതിനകത്ത്. ഇപ്പം ആദ്യം ഇൻഫ്ലുവൻസേഴ്സ് കാറ്റഗറിയിൽ നടത്തിയേക്കുന്ന ഇവൻറ്റ് തീർച്ചയായിട്ടും ഞങ്ങളുടെ ഒരു പാഷനായിരുന്നു. UK ഇൻഫ്ലുവൻസേഴ്സിനെ എല്ലാവരും ആദരിക്കപ്പെടണം എന്നുള്ളത്, അത് ചെയ്തു. രണ്ടാമത്തത് ഫിലിം ഫീൽഡുമായിട്ട് കണക്ട് ചെയ്ത് നമുക്ക് ഫ്യൂച്ചർ പ്രൊജക്റ്റ് ഉള്ളതുകൊണ്ട് തന്നെ ജിതിൻ ലാൽ ARMൻ്റെ ഡയറക്ടർ നമ്മൾ ഗസ്റ്റായിട്ട് കൊണ്ടുവന്ന ശേഷം വർക്ക്ഷോപ്പുകൾ നടത്തിയിട്ടുണ്ട്. നേഴ്സുമാർക്കുള്ള വർക്ക്ഷോപ്പുകൾ ഇപ്പം കണ്ടിന്യൂസ് ആയിട്ട് 2-3 വർക്ക്ഷോപ്പുകൾ നടന്നിട്ടുണ്ട്. പിന്നെ പോഡ്കാസ്റ്റിംഗ് സെഷന് വേണ്ടി തന്നെ പോഡ്കാസ്റ്റ് സ്റ്റുഡിയോയുടെ സെറ്റിങ്സ് UK തന്നെ 3 സ്ഥലത്തായിട്ട് പോഡ്കാസ്റ്റ് സ്റ്റുഡിയോ സെറ്റിങ്സ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള ഇവൻറ്റ്സുകളൊക്കെ ബിസിനസ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും ബിസിനസ്സിനകത്തേക്ക് താല്പര്യമുള്ളവരെ ആ പ്ലാറ്റ്ഫോമിലൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടും അവർക്ക് സൊസൈറ്റിയിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇവൻറ്റ്സ് ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ആസ് ഒരു ബ്രാൻഡ് എന്ന രീതിയിൽ നിങ്ങൾക്ക് ഒരു ഇവൻറ്റ് ചെയ്യാനായിട്ട് താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ടോട്ടൽ ഇവൻറ്റ്സും ഹോസ്റ്റ് ചെയ്ത് പ്രിപ്പയർ ചെയ്ത് പ്ലാൻ ചെയ്ത് തരാൻ പറ്റും. സത്യം പറഞ്ഞാൽ ഒരു A to Z സൊല്യൂഷനാണ് നിങ്ങൾ കൊടുക്കുന്നത്. ഇപ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് ഷൂട്ട് ചെയ്യാനുള്ള ഫ്ലോർ, അതേപോലെ പോഡ്കാസ്റ്റിംഗ് സിസ്റ്റം, ഇങ്ങനെ പലതും വേണ്ടി വരും. അതെങ്ങനെയാണ് നിങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നത്? ഓക്കെ, അതൊരു നല്ല ക്വസ്റ്റ്യൻ ആയിപ്പോയി. ഐ ഡിഡ്ന്റ് എക്സ്പെക്ട് ദാറ്റ്. പോഡ്കാസ്റ്റ് നമ്മൾ പ്രധാനമായിട്ടും ബിസിനസ് ഓണേഴ്സ്, ബിസിനസ് ചെയ്യുന്നവർ, നമ്മൾ വർക്ക് ചെയ്യിപ്പിച്ചേക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് പോഡ്കാസ്റ്റ് സിസ്റ്റം നമ്മൾ ബിൽഡപ്പ് ചെയ്തേക്കുന്നത്. അത് പോഡ്കാസ്റ്റ് നമ്മൾ നമ്മുടെ ടീമിൽ തന്നെ എക്സ്പേർട്സ് ആയിട്ട് നിൽക്കുന്ന 5 ഷോ ഹോസ്റ്റ് ആയിട്ട് നിൽക്കുന്നത് UK തന്നെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഷോ ഹോസ്റ്റ് ആയിട്ട് 5 പേര് നമ്മൾ അവരുടെ ഒരു ടീമാണ് നമ്മൾ ബിൽഡ് ചെയ്തേക്കുന്നത്. അപ്പം നമ്മൾക്ക് റിസോഴ്സ് പേഴ്സണായിട്ട് വരുന്ന ആൾക്കാരെ അവരുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ലൊക്കേഷൻസ്, ഇപ്പോൾ നമ്മൾ ഹയർ ചെയ്തേക്കുന്ന 3 ലൊക്കേഷൻസാണ്. ഒന്ന് നമ്മുടെ ഓഫീസ് തന്നെ ഒരു സ്റ്റുഡിയോ നമുക്ക് ഓൾറെഡി ഉണ്ട്. പക്ഷേ ഇത് കൂടാതെ പ്രീമിയം കാറ്റഗറിയിലോട്ട് നിങ്ങൾക്ക് നോക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു ഹോട്ടൽ ഫുള്ളി നേരത്തെ തന്നെ നമ്മൾ ബുക്ക് ചെയ്ത് ക്രമീകരിച്ച് 20 ഷൂട്ടുകൾക്ക് വേണ്ടി ഒരു വർഷത്തേക്ക് നമ്മൾ ഓൾറെഡി എഗ്രിമെൻറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നമുക്കൊരു പ്രീമിയം ക്ലയൻസ് ആയിട്ട് വരുന്നവർക്ക് വേണ്ടി നമുക്ക് ചെയ്യാം. ഇപ്പോൾ ജിതിൻ ലാൽ റീസെൻ്റ്ലി വന്നപ്പോൾ വീണ്ടും നമ്മൾ അവിടെ വെച്ച് തന്നെയാണ് ഷൂട്ട് നടത്തിയത്. ഇത് കൂടാതെ നമുക്ക് കുറച്ച് ഏരിയ ഔട്ട്ഡോറും ഒരു ഇവൻറ്റ്സും കുറച്ച് വൈഡായിട്ടൊരു ഏരിയ ചൂസ് ചെയ്തുകൊണ്ടുള്ള ലൊക്കേഷനോടെ നമ്മൾ ഫാനത്ത് ക്രമീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് 3 ലൊക്കേഷൻ നമ്മൾ ഒഫീഷ്യലായിട്ട് ലൊക്കേഷൻ വെച്ചേക്കുന്നത്. അപ്പം ഗസ്റ്റ് വരുന്നവർക്ക് തീർച്ചയായിട്ടും ഫുഡും ട്രാവലും അക്കോമഡേഷനും എല്ലാം നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ടാവും. ബിസിനസ്സുകാരെ സംബന്ധിച്ചിടത്തോളം മാർക്കറ്റിങ്ങിനോടൊപ്പം തന്നെ അവർ ലീഗൽ സൈഡ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിന് എന്ത് അസിസ്റ്റൻസ് ഒക്കെ കൊടുക്കാൻ പറ്റും? ഓക്കെ, ലീഗൽ സൈഡ് എന്ന് അതിന് പറയാൻ പറ്റത്തില്ലെങ്കിൽ പോലും ഇപ്പം ഒരു ബിസിനസ്സിൻ്റെ ഏറ്റവും UK ഒരു ബിഗിനിങ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ അത് കമ്പനി രജിസ്റ്റർ ചെയ്യുക എന്നുള്ളതാണ്. കമ്പനി രജിസ്ട്രേഷൻ മുതൽ ഇപ്പോൾ ഒരു കമ്പനി UK ലീഗലായിട്ട് രജിസ്ട്രേഷൻ മുതൽ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്ത ഉടനെ തന്നെ നിങ്ങളുടെയൊക്കെ വേണ്ടത് ഇപ്പോൾ വെബ്സൈറ്റ് ഡെവലപ്മെൻറ്റിൻ്റെ കാര്യം സൂചിപ്പിച്ചു. വെബ്സൈറ്റ് ഫുള്ളി അവരുടെ കസ്റ്റമൈസ് ചെയ്യാൻ അവർക്ക് തന്നെ CMS സിസ്റ്റത്തോട് കൂടി ഉള്ള വെബ്സൈറ്റ് നമ്മൾ ഡെവലപ്പ് ചെയ്ത് കൊടുക്കും. ഈ വെബ്സൈറ്റ് ഡെവലപ്മെൻറ്റിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ SEO ഞാൻ മുമ്പേ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇത് കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ വിസിറ്റിംഗ് കാർഡുണ്ട്, ബ്രോഷേഴ്സ് ഉണ്ട്, സോഷ്യൽ മീഡിയയിലേക്ക് പോകുന്ന പോലെ തന്നെ പ്രിൻറ്റഡ് ആയിട്ടുള്ള മെറ്റീരിയൽസ്
ഏതെങ്കിലും ഇവൻറ്റുകൾക്ക് നിങ്ങൾ ഏതെങ്കിലും സ്പോൺസർ ചെയ്തേക്കുന്ന ഇവൻ്റ് ഉണ്ടെങ്കിൽ അങ്ങോട്ടേക്ക് കൊടുക്കേണ്ട പ്രിൻറ്റിംഗ് കാർഡ്സ് അടക്കമുള്ള പ്രിൻറ്റിംഗ് കംപ്ലീറ്റ് പ്രിൻറ്റിങ്, പുള്ള ബാനേഴ്സ്, ബുക്സുകൾ, ചെറിയ ടൈപ്പ് ഓഫ് ബുക്സുകൾ, പെന്ന്, നിങ്ങൾ ഓൺ ബ്രാൻഡിൽ തന്നെയുള്ള പേന, നിങ്ങളുടെ ടീഷർട്ട്സ്, തൊപ്പി, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇങ്ങനെ നിങ്ങളുടെ ബ്രാൻഡ് ഹൈലൈറ്റ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും UK തന്നെ നിങ്ങൾക്ക് പ്രൊഡക്ഷനിലേക്ക് എത്തിക്കാൻ പറ്റുന്ന സിസ്റ്റം നമുക്ക് ഓൾറെഡി ഉണ്ട്. അപ്പോൾ അതെല്ലാം ഇനിഷ്യൽ ബ്രാൻഡിങ്ങിനകത്തേക്ക് വേണ്ട കാര്യങ്ങളാണ്. ഇത് കഴിഞ്ഞ ശേഷം തേർഡ് സ്റ്റെപ്പാണ് അക്കൗണ്ടിങ് സിസ്റ്റം എന്ന്. പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് ഒരു അക്കൗണ്ടിങ് വേണം. എല്ലാ വർഷവും നിങ്ങൾക്ക് പ്രോപ്പറായിട്ടും ഫിനാൻഷ്യൽ സൈഡ് നിങ്ങൾ പ്രോപ്പറായിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി, അസിസ്റ്റ് ചെയ്യാൻ വേണ്ടി തന്നെയുള്ള ആൾക്കാർ നമ്മുടെ ടീമിനകത്തുണ്ട്. അവർ രജിസ്റ്റേർഡ് കമ്പനി രജിസ്ട്രേഷൻ ചെയ്തിട്ടുള്ള ചാർട്ടേഡ് അക്കൗണ്ട് ആയിട്ടുള്ള ആൾക്കാർ തന്നെ നിങ്ങളെ ഫുൾ ടൈം ആയിട്ട് അസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ള സിസ്റ്റം നമ്മൾ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ചുരുക്കത്തിൽ ഒരു ബിസിനസ്സുകാരന് വേണ്ട A to Z സൊല്യൂഷൻ ആണ് നമ്മൾ കൊടുക്കുന്നത്. അതെ. അപ്പോൾ സ്വാഭാവികമായിട്ട് ആളുകൾക്ക് എങ്ങനെ നിങ്ങളൊന്ന് കോൺടാക്ട് ചെയ്യണമെന്നുണ്ടാവും. അതിനെന്താണ് മാർഗം? തീർച്ചയായിട്ടും നമ്പർ ഓൾറെഡി തരാം. ഒഫീഷ്യലായിട്ട് ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടം മെയിൽ അയക്കുന്നതാണ്. അപ്പം ഞാൻ മെയിൽ ID യും ഓൾറെഡി ഡിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ മെയിൽ അയച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മളുമായിട്ട് കോൺടാക്ട് ചെയ്യാം. നിങ്ങൾക്ക് വിത്തിൻ 48 hours തന്നെ നിങ്ങൾക്ക് പ്രോപ്പറായിട്ടുള്ള നിങ്ങൾക്ക് റിപ്ലൈ തരും. അത് കഴിഞ്ഞ ശേഷം നിങ്ങൾക്ക് ഒരു മീറ്റിങ്ങിന് വേണ്ടി ഒരു അപ്പോയിൻമെൻറ്റ് ഉണ്ടാവും. ആ മീറ്റിംഗ് അപ്പോയിൻമെൻറ്റിന് വേണ്ടി നേരിട്ട് നമ്മുടെ ഓഫീസിലേക്ക് വരേണ്ടതായിട്ട് വരും. ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഓഫീസിലേക്ക് ഞങ്ങളുടെ സ്റ്റാഫ് മെമ്പേഴ്സ് ആരെങ്കിലും 1 അല്ലെങ്കിൽ 2 പേര് ഓൾറെഡി വന്ന് ഇനീഷ്യൽ ലെവൽ നിങ്ങളുടെ പ്ലാനുകൾ ഞങ്ങൾ മനസ്സിലാക്കും. അത് കഴിഞ്ഞ ശേഷം പ്രപ്പോസൽ ഞങ്ങൾ തരും. അതിനകത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ സാമ്പത്തികപരമായിട്ട് നിങ്ങൾക്ക് സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ എഗ്രിമെൻ്റ് എഴുതി നമ്മൾ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നു. സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ നിങ്ങൾക്ക് മുമ്പോട്ട് കണ്ടിന്യൂ ചെയ്യാം. ഇല്ല ഇനി അതല്ല മാറ്റങ്ങൾ വരുത്തണമെന്നെങ്കിൽ മാറ്റങ്ങൾ വരുത്തി നമുക്ക് നല്ല രീതിയിലേക്ക് നിങ്ങളുടെ ബിസിനസ്സിനെ ഡെവലപ്പ് ചെയ്യാനുള്ള എല്ലാ സപ്പോർട്ടും UK തന്നെ ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യാം. അപ്പോൾ ബിസിനസ്സുകാരെ സഹായിക്കാൻ ഇനിഷ്യേറ്റീവ് എടുത്ത് നടത്തുന്ന ഈ പ്രോഗ്രാമും നിങ്ങളുടെ ഈ സ്ഥാപനവും 100% സക്സസ് ആവട്ടെ. താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ കമ്മിങ്.